അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ജയ്ഗാവൺ വിടുകയാണ്. വെസ്റ്റ് ബംഗാൾ ഭൂട്ടാൻ ബോർഡർ. 37,013 37,013 ആണ് ഓഡോമീറ്റർ റീഡിങ്. ഇന്ന് നമ്മൾ പോകുന്നത് ഗുവാഹട്ടിക്കാണ്. നേരെ ഗുവാഹട്ടി എത്തണം. പനി ഇപ്പം ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം മുഴുവനായിട്ട് മാറി. ബോഡി പെയിൻ കുറച്ചുണ്ട്. എങ്കിലും നമ്മൾ നല്ല റോഡായതുകൊണ്ട് സുഖമായി ഓടിച്ച് പോകാമെന്ന് വിചാരിക്കുക. വലിയ ട്രാഫിക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാം. ഓക്കെ. ഇവിടെയൊക്കെ നല്ല മഴ പെയ്ത് പോയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഗംഭീര മഴയായിരുന്നു. മഴ പെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ തേയിലത്തോട്ടം കാണാൻ എന്താ ഭംഗി. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോയിൽ കണ്ടിരുന്നു. ഒരുപാട് ദൂരം തേയിലത്തോട്ടമാണ്. 10-17 എത്ര കിലോമീറ്റർ ഹൈവേ വരെ. അത് കഴിഞ്ഞ് പിന്നെ 2 സൈഡിലേക്ക് വേറെ ഉണ്ട്. ഫുൾ തേയിലത്തോട്ടമാണ് ഇവിടെ. കാണാൻ നല്ല ഭംഗി. ഓ എന്തായാലും ഗുവാഹട്ടി എത്തിയിട്ട് റെയിൻകോട്ട് മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇനി നോർത്ത് ഈസ്റ്റിലൊക്കെ തണുപ്പത്ത് മഴ കൊണ്ട് കഴിഞ്ഞാൽ പറ്റില്ല ബോഡിക്ക്. അപ്പം ഏതായാലും ഇനിയിപ്പം ഭൂട്ടാൻ കഴിഞ്ഞു, നേപ്പാളും കഴിഞ്ഞു. സമാധാനം. സ്വന്തം രാജ്യമായ ഇന്ത്യ തന്നെ കുറച്ച് ഭാഗങ്ങൾ പോയി കണ്ടാൽ മതി ഇനി. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ആസാം കുഴപ്പമില്ല. അരുണാചൽ പ്രദേശിൽ പെർമിറ്റ് വേണം. ബോർഡറിൽ നിന്ന് അവർ അനുവദിക്കുമെന്ന് വിചാരിക്കാം. പിന്നീട് നാഗാലാൻഡ്, അതും ബോർഡറിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കാം. നമുക്ക് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം 4 സ്റ്റേറ്റിനും ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് ചടങ്ങായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വഴിയെ കാണാം. ഇല്ലേ ഫുൾ ചായത്തോട്ടം, തേയില. എന്തായാലും ഗുവാഹട്ടിയിൽ നിന്ന് സർവീസ് ചെയ്യും നമ്മൾ വണ്ടി. കാരണം സമയമായിട്ടില്ലെങ്കിലും ഇപ്പോഴേ ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് റൈഡ് തുടങ്ങുക നല്ലത്. കാരണം നോർത്ത് ഈസ്റ്റ് റൈഡ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ കിലോമീറ്റർ ഡ്യൂറേഷൻ ഉണ്ട്, അത് മാറിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ട് ഒരു എത്രയുണ്ടാവും 13 സംതിങ് ആണ്. അപ്പം അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 4,000-ൻ്റെ അടുത്തേ ആവുള്ളൂ. 4,000 ആവില്ല. അപ്പോൾ എന്തായാലും ഓയിൽ മാറ്റിയേക്കാം. കാരണം 3 തവണ ഹിമാലയം കയറിയത് അതിൻ്റെ ഇടയിൽ. പോരെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ അവിടെ ഇവിടെയൊക്കെ കുറേ അഴുക്കും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പം ഓയിലൊന്ന് മാറാം. ഹിമാലയൻ ഇതിൽ ഓടിച്ചതല്ലേ കുറച്ച്. എന്തായാലും നോക്കാം. നോർത്ത് ഈസ്റ്റൊക്കെ വരുന്നവർക്ക് മോജോ സർവീസ് ചെയ്യാനായിട്ട് ആസാമിലെ കാവേരി മോട്ടോഴ്സ് ഉണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓ എൻ്റെ അടി തട്ടു ഇവിടെ അമ്മാതിരി ഹമ്പ. അപ്പോൾ കാവേരി മോട്ടോഴ്സിൽ പോയിട്ട് നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സർവീസ് ചെയ്യാം. മഴയാണ്. 340 കിലോമീറ്റർ പോകാനുണ്ട് ഗുവാഹട്ടി. മഴ കണ്ടില്ലേ, ഇതിങ്ങനെ ആയിരിക്കും ഇനി. നല്ല മഴ, ശക്തിയിൽ നല്ല വെള്ളവും ഇടിമിന്നലും. തണ്ടർ സ്റ്റോം. വാവ്, എന്താ ഒരു വ്യൂ. എൻ്റെ അമ്മ, എന്താ ഭംഗി. ഓക്കെ, കാണുന്നുണ്ടോ? ഓ ഓ ഓ ആ മഴക്കാറും അതിൻ്റെ ഇടയിൽ പ്രകാശവും പുഴയും, എന്താ ഭംഗി. മഴതാ ഇങ്ങനെ ഇപ്പം ജസ്റ്റ് മാറിയുള്ളൂ. ഇനി മഴക്കാറുണ്ട്. കണ്ടിന്യൂസ് മഴയായിരിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ആസാം, മേഘാലയ ഭാഗത്തേക്കല്ലേ പോകുന്നത്. അവിടെ കാണുന്നില്ലേ ആ ഒരു മേഘം, അത് നിന്നങ്ങ് പെയ്തോണ്ടിരിക്കുകയാണ്. ഇതല്ലേ ഒറ്റപ്പെട്ട മഴ. അങ്ങനെ മഴ ഒന്ന് മാറിക്കിട്ടി കുറച്ച്. ഇനി അങ്ങോട്ട് മഴക്കാറ് കാണാനുണ്ട്. പെയ്യുമെന്നില്ല എന്നറിയില്ല. ഒരു 4 ലൈനും വന്നിട്ടുണ്ട്. കുറച്ച് സമാധാനം. നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞാൽ ആസാം ബോർഡറിലേക്ക് കടക്കാൻ പോവാം കേട്ടോ. ഈ കാണുന്നത് ആസാമിലേക്കുള്ള ബോർഡർ കേട്ടോ. ഓ, നിറയെ ലോറികളും പിന്നെ ഭയങ്കര വൃത്തികെട്ടൊരു
അന്തരീക്ഷം. സൈഡൊക്കെ റോഡിൻ്റെ 2 സൈഡും ഭയങ്കര വൃത്തികെട്ടിരിക്കുകയാണ്. മഴയുണ്ട്. അതുകൂടാതെ ഈ പാലം കടക്കുന്നതോടുകൂടി നമ്മളിതാ ബംഗാൾ വിട്ട് ആസാം കയറുന്നു. പുറകിലൊരു ചെക്ക് പോസ്റ്റും കഴിഞ്ഞു. ആഹാ, അപ്പോൾ ഈ നദിയാണ് ആസാമിൻ്റെയും ബംഗാളിൻ്റെയും ബോർഡർ. എന്തായാലും 4 വരി പാത, നല്ല അടിപൊളി ഹൈവേ. നമുക്ക് മേലുവേദനയ്ക്ക് ഉണ്ടെങ്കിലും ഇത്രയും നല്ല റോഡിന് നന്ദി പറയാം. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ പോകാൻ പറ്റുന്നു. കുറേ സ്ഥലത്ത് ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് ഹൈവേയുടെ ഇങ്ങനെ പോസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക്. ബൊങ്കൈ ഗാവോൺ ആസാം എത്തിയിട്ടോ നമ്മൾ. ആസാമിലെ ബൊങ്കൈ ഗാവോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ടൗണാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് കുറച്ച് മലകളൊക്കെ കാണാം, മഴക്കാറും കാണാം. റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ. ചില സ്ഥലത്ത് ഇങ്ങനെ മോശം വരും, പിന്നെ നല്ല ഹൈവേ, അങ്ങനെയാണ്. എന്നാലും മെജോറിറ്റി നല്ല റോഡുകളാണ്. ഇതല്ലേ മലകൾ, ചെറിയ ചെറിയ പാറ കിട്ടും. പിന്നെ അപ്പുറത്തോട്ട് മലകളും കാണാം. ഇതാ നമ്മളുടെ ഓഡോമീറ്റർ 37,313 ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ യാത്രയിൽ 15,000 കിലോമീറ്റർ കഴിഞ്ഞു. അതായത് 60% കഴിയും. ഇപ്പം തന്നെ 2 കിലോമീറ്റർ ഓടിയാൽ മതി. ഏതായാലും എത്ര ദിവസമായി. ഇനിയൊരു 10,000 കിലോമീറ്ററും കൂടി ഉണ്ട്. അതായത് പകുതിയിനേക്കാളും കുറച്ചധികം, അതായത് 40% കൂടി ഇനിയും ഓടാനുണ്ട് ഡിസ്റ്റൻസ് വൈസ് നോക്കുമ്പോൾ. പക്ഷേ ദിവസക്കണക്ക് നോക്കുമ്പം നമുക്ക് ഇതുവരെ എടുത്ത ദിവസമൊന്നും ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഈ നോർത്ത് ഈസ്റ്റ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ മലയോര പ്രദേശം കഴിയും. നോർത്ത് ഈസ്റ്റ് ഓടിത്തീരാൻ ഏകദേശം ഒരു 2,600 കിലോമീറ്റർ മിനിമം വരും ഇനിയും. അപ്പോൾ അപ്പോഴേക്കും എത്രയാവും? 2,600 ഓടുമ്പോഴേക്കും ഇതിൻ്റെ ഓഡോമീറ്റർ 38 ഏകദേശം 40,000 കിലോമീറ്റർ ആവും വണ്ടിയുടെ ടോട്ടൽ ഓഡോമീറ്റർ റീഡിങ്. പിന്നീട് അങ്ങോട്ട് ബാക്കിയുള്ള ഫൈനൽ റണ്ണ് കുറച്ച് സ്പീഡിലായിരിക്കും. പെർ ഡേ മാക്സിമം ഓടി കാണും തീർക്കാം. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റാണ് ഷെഡ്യൂൾ പ്രകാരം. ഓക്കെ, അതാ 37,313 കേട്ടോ. 15,000 കിലോമീറ്ററായി ഇത് പറഞ്ഞു നിൽക്കവേ. പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ അവിടുന്ന് സിലിഗുരി അല്ല, ജയ്ഗാവണിന്ന് പുറപ്പെട്ട ശേഷം എവിടെയും നിർത്തിയിട്ടില്ല. പെട്രോൾ അടിച്ചു, വേറെ എവിടെയും നിർത്തിയിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. കണ്ടിന്യൂസ് ഓട്ടം. എത്ര ദൂരമെന്നറിയോ? ഒരു 4 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് 300 കിലോമീറ്റർ ഓട്ടം. വണ്ടിക്കും റെസ്റ്റില്ല, എനിക്കും റെസ്റ്റില്ല. ഗുവാഹട്ടിയിൽ എത്തിയിട്ട് അവിടെയുള്ള ഒരു കേരള ഹോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നേരെ പോയി ഭക്ഷണം കഴിക്കണം. കുറേ ദിവസമായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് വായക്കൊരു സുഖമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിന്ന് ആ ജയ്ഗോൺ ഭാഗത്തൊന്നും ഭക്ഷണം എനിക്ക് തീരെ ഇഷ്ടമല്ല. ഭക്ഷണം മാത്രമല്ല, എന്തോ ഒരു സുഖമില്ല. അവിടെ വെള്ളത്തിന് ഒരു മാതിരി ഒരു വായിലൊക്കെ വയ്ക്കുമ്പോൾ എന്തോ സുഖമില്ല. അതോ ഇനി പനി പിടിച്ചിട്ട് ആണോന്നറിയില്ലേ, അതും അറിയില്ല. നമ്മളിതാ ഒരു 30 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ഗുവാഹട്ടി എത്തി. കൊള്ളാം. എന്തായാലും പിന്നീട് കാര്യമായിട്ടുള്ള ശക്തിയിൽ മഴ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എത്ര സമയം ഉണ്ടാവും? 15:50 അല്ലേ, 3:50 സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊന്ന് 10:15. 6 മണിക്കൂറിനുള്ളിൽ നമ്മളവിടെ എത്തും. 360 കിലോമീറ്റർ, മോശമല്ല. ആവറേജ് 60 km/h. ഈ ഗുവാഹട്ടി ഉണ്ടല്ലോ ടൗൺ, അതിൻ്റെ ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മേഘാലയ, അടുത്ത സ്റ്റേറ്റ് എത്തി. അങ്ങനെയാണ്. ഇതിപ്പോൾ
ഇനി അരുണാചലിൻ്റെ ഒക്കെ പെർമിറ്റ് ഓൺലൈൻ വഴിയെല്ലാം അന്വേഷിക്കണം. ചിലവർക്കൊക്കെ റിജക്റ്റ് ആവുന്നു എന്ന് പറയുന്നു. അപ്പം ഓൺലൈൻ വഴി ഞാൻ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്താണ് മിസോറാമിൻ്റെ മാത്രം നമ്മൾ ഗുവാഹട്ടിയിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് എടുക്കണം എന്നാണ് അറിഞ്ഞത്. ഓൺലൈൻ ത്രൂ നടക്കില്ല എന്ന് തോന്നുന്നു. അപ്പം അതൊന്ന് അവരുടെ ഓഫീസിൽ പോയി അന്വേഷിക്കണം. അതും ഒരു പണിയാണ്. എന്തായാലും വണ്ടി നല്ല സർവീസിങ് ആയതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഈ പറഞ്ഞ ഓഫീസുകളിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഒരു ഒഴിഞ്ഞ ആകാശം പോലെ കാണുക. ബ്രഹ്മപുത്ര എത്തിയോ? ഒരു സംശയം. അതെ, ചെറിയൊരിറക്കവും തെളിഞ്ഞ ആകാശവും. അങ്ങോട്ട് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര. അങ്ങനെ നമ്മളിതാ കടക്കാൻ പോവുകയാണ്. ടിബറ്റിൻ്റെ അടുത്ത് കൈലാസത്തിൽ മാനസരോവരം നിന്ന് തുടങ്ങുകയാണ് ബ്രഹ്മപുത്ര. അത് ടിബറ്റ് വഴി മുഴുവൻ ഒഴുകി അരുണാചൽ കയറി ആസാം വഴി അങ്ങനെ ഇതാ ഗുവാഹട്ടി എത്തി നമ്മൾ. ആഹാ, നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥ, അതുകൊണ്ട് ചൂടൊന്നുമില്ല കാര്യമായിട്ട്. പാലം കണ്ടില്ലേ? ഇത് വൺ സൈഡ് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. ഇവിടെ അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ ഈ പാലത്തിന്. പക്ഷേ അരുണാചൽ ഭാഗത്ത് ഒരു പാലമുണ്ട്, 9.5 കിലോമീറ്ററാണ് വീതി. ബ്രഹ്മപുത്രയുടെ കുറുകെ ഉള്ള പാലമാണ്. അവിടെയൊക്കെ ബ്രഹ്മപുത്ര പരന്നാണ് ഒഴുകുന്നത്. എന്തല്ലേ. നമ്മൾ ഗുവാഹട്ടി പ്രോപ്പർ ടൗണിൻ്റെ ഭാഗം കയറുകയാണ്. അയ്യോ, അണ്ണന്മാര്. റോഡൊക്കെ കൊള്ളാം കേട്ടോ ടൗണിൽ. 4 വരിയും നടുവിൽ കണ്ടില്ലേ? അനാവശ്യ ആൾക്കാർ വട്ടം ചാടാതിരിക്കാൻ. പക്ഷെ എന്നിട്ടും ചാടുന്നുണ്ട്. NCS സ്ക്വയർ മാൾ, സെൻട്രൽ സ്ക്വയർ പോലെ. എന്നിട്ട് വയ്യ, പോയി എന്തെങ്കിലും കഴിച്ച് കുടിക്കട്ടെ. ആ കുന്ന് കണ്ടില്ലേ? ആ ഭാഗത്ത് എവിടെയാണ് കാമാഖ്യ ദേവി. നോക്കാം. എന്തായാലും നമ്മൾ നാളെ പോകുന്നുണ്ട്. ഭയങ്കര ഫേമസ് ടെമ്പിളാണ് ഗുവാഹട്ടിയിലെ. ശക്തിപീഠത്തിൽ ഒരെണ്ണമാണ്. നോക്കാം. അത് കണ്ടില്ലേ? നടുവിൽ വേപ്പ് മരം കുറേ കാണാം റോഡിൻ്റെ നടുവിൽ. വേറെ എന്തൊക്കെയോ മരങ്ങളും കാണാം. ഡാമോ, ഗുവാഹട്ടിയിലെ ട്രാഫിക് ക്യാപിറ്റലല്ലേ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേര സമയം. ഓ, ഇതാ നമ്മുടെ ബോർഡ്. കേരള ഭവൻ ഫാമിലി റെസ്റ്റോറൻറ്റ്, സൗത്ത് ഇന്ത്യൻ ഡിഷ്. യെസ്. എവിടെ നോക്കട്ടെ? ഫുഡ് കടല. അത് നോക്ക്, ഗുവാഹട്ടിയിൽ ഫുൾ മൂൺ. ട്രാഫിക് രക്ഷയില്ല കേട്ടോ. നമ്മൾ മുറി തപ്പി നടക്കുക. അങ്ങനെ ഇതാ നമ്മൾ കാമാഖ്യ മലകളിൽ നിന്ന് ഗുവാഹട്ടി ടൗണിലേക്ക് ഇറങ്ങുകയാണ്. കാമാഖ്യേൻ്റെ അടുത്തായിരുന്നു ഇന്നലെ രാത്രി സ്റ്റേ. പക്ഷേ അമ്പലത്തിൽ പോയൊന്നുമില്ല, ഭയങ്കര തിരക്കാണത്രേ. ഞാനിപ്പോൾ എന്തായാലും ആദ്യം വണ്ടി സർവീസിന് കൊടുക്കണം. അതാണ് മെയിൻ ഉദ്ദേശം. അത് കഴിഞ്ഞ് 1-2 പണികളുണ്ട് ഇവിടെ. അത് തീർത്തിട്ട് പതുക്കെ നാളെ അരുണാചൽ സൈഡിലേക്ക് പിടിക്കാനാണ് പ്ലാൻ. ഇവിടെ പെർമിറ്റിനൊക്കെ ചിലപ്പം കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല.
അതുപോലെ നമ്മൾ അരുണാചലിൽ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം പരശുരാം കുണ്ട്, അതൊരു കാടിൻ്റെ ഉള്ളിലത്രേ. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ അത് ശരിക്കും മകരസംക്രാന്തി സമയത്ത് മാത്രമേ അവിടെ ആൾക്കാർ പോകാറുള്ളൂ. കാടാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഫുൾ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത്. കാട് മൂടിക്കെട്ട് കിടക്കായിരിക്കും. അവർ ആ മകരസംക്രാന്തി, അതായത് ജനുവരി ആ ഒരു ടൈം, ഡിസംബർ ഒരു ലാസ്റ്റ് വീക്ക് മുതൽ ഒരു ജനുവരി ആ ഒരു മാസം ആണ് അവിടെ ആൾക്കാർ പോകുക അത്ര. അപ്പോൾ ആ സമയത്ത് ഗവൺമെൻറ് അവിടെ എല്ലാം വെട്ടിത്തെളിച്ച് വഴിയൊക്കെ റെഡിയാക്കുള്ളൂ അത്ര. അങ്ങനെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല എന്താണ് അവസ്ഥ. ഇനിയിപ്പം അങ്ങോട്ട് പോവാന്ന് പറയുന്നതുകൊണ്ട് നമുക്കിനി അരുണാചൽ പെർമിറ്റ് കിട്ടാതിരിക്കുമോ അതും അറിയില്ല. ഏതായാലും നോക്കാം. അതുമാതിരി നമുക്ക് മിസോറാമിലേക്ക് പോകേണ്ട പെർമിറ്റും ഓൺലൈൻ വഴി മിക്കവാറും കിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഗുവാഹട്ടിയിൽ നിന്ന് എടുത്തിട്ട് തന്നെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കണം. ഓക്കെ, നിങ്ങൾ ഗുവാഹട്ടിയിൽ വരികയാണെങ്കിൽ ഇവിടെയുള്ള കാവേരി മോട്ടോഴ്സ് സർവീസ് സെൻറ്റർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോൾ നോക്കിയാൽ മതി. NCS സ്ക്വയർ മോൾ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് NCS സ്ക്വയർ മോൾ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ശരിക്കും നമ്മളെ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പം ആ സൈഡിൽ നിന്നാട്ടോ വരിക. അപ്പോൾ നിങ്ങൾ NCS സ്ക്വയർ മോൾ കണ്ട അത് കഴിഞ്ഞിട്ടുള്ള U-ടേൺ എടുക്കുക. ഇതാ ഇപ്പം ഞാൻ പോകുന്ന പോലെ വരിക. അപ്പോൾ അതൊക്കെ ഒരു ലെഫ്റ്റ് പിടിക്കുക. ഇവിടെ എവിടെയാണെന്നുള്ളത് ഞാൻ നോക്കട്ടെ.